രാജ്യത്ത് SDPI വലിയൊരു ഭീഷണി ഉയർത്തുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും. ഇത് ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വകഭേദമായിട്ട് മാറുന്നില്ല എന്നൊരു സംശയമുണ്ട്. നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നില്ലേ? അല്ലാതെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരോധിക്കുന്നത് കൊണ്ടൊരു പ്രശ്നത്തെ ഇല്ലാതാകുന്നില്ലല്ലോ. ഇവിടെ പ്രശ്നം ഇത് പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി ഇതൊക്കെ പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ വിവിധ ശിഖരങ്ങൾ മാത്രമാണ്. അല്ല, നമ്മളത് വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാശയം ഗൗരവതരമായ ഒരാശയമായി സമൂഹത്തിന് മുന്നിൽ ആദ്യം വെക്കുന്നത് മൗലാന മൗദൂദിയാണ്. മൗദൂദി വളരെ സിമ്പിളായിട്ട കാര്യം പറഞ്ഞത്. മൗദൂദി പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദേശത്തിനകത്ത് ഒതുങ്ങുന്നതല്ല. ഇതൊരു പാൻ ഇസ്ലാമിക് ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദേശത്തോ ഒരു പ്രദേശത്തോ ഒക്കെ ആയിട്ട് ഒതുങ്ങുന്നതല്ല ഇസ്ലാം എന്ന്. അതൊരു വലിയ ആശയമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അഖില ലോക മുസ്ലിങ്ങളെ സംഘടിക്കുവിൻ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് തന്നെയാണ് പറഞ്ഞത്, വ്യത്യസ്തമായൊരു ഭാഷയിലാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാർവദേശീയതയുള്ളൂ, ദേശീയതയില്ല. അത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലും അങ്ങനെ തന്നെയായിരുന്നു. ദേശീയതയില്ല, സാർവദേശീയതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതവസാനം പൊളിഞ്ഞുപോയി, കൊമിറ്റേൺ പൊളിഞ്ഞുപോയി. കാരണം ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം മനുഷ്യൻ്റെ മനസ്സിലെ രൂഢമൂലമായൊരു കാര്യം, അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ്. പിന്നെ അവരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന് തന്നെ ഒരു 3-4 ചർച്ച നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ അവർ തൊഴിലാളി വർഗത്തെ ഒന്നിച്ച് കണ്ടപ്പോൾ മൗദൂദി മുസ്ലിങ്ങളെയാണ് ഒന്നിച്ച് കണ്ടത്. അപ്പോൾ മൗദൂദി മുസ്ലിങ്ങളെ ഒന്നിച്ച് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ് ദേശീയത എന്ന് പറയുന്ന അനിസ്ലാമികമാണ്, ഇസ്ലാമിന് അന്യമാണ്. ഇന്ത്യക്കാരനാണെന്ന് ധരിക്കുന്നത് അത് അന്യമാണ്, ഇസ്ലാമിന് അന്യമാണ്, അങ്ങനെ ധരിക്കാൻ പാടില്ല. അവൻ ആദ്യം ധരിക്കേണ്ടത് ഞാനൊരു മുസ്ലിമാണ്, ലോകത്തെവിടെയുള്ള മുസ്ലിങ്ങൾ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്, ഇതാണ് ധരിക്കേണ്ടത്. അപ്പോൾ ദേശീയത ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല, അതിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാൻ പാടില്ല എന്നാണ് മൗലാന മൗദൂദി പറഞ്ഞത്. അത് കഴിഞ്ഞ് സയ്യിദ് ഖുതുബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി. അതിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായും പറയുന്നുണ്ട്. അത് വഴിയടയാളങ്ങൾ എന്ന പേരിൽ അത് ജമാഅത്തെ ഇസ്ലാമി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വഴിയടയാളങ്ങൾ അവർക്ക് അവരുടെ കടകളിലൊക്കെ വായിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മൈൽ സ്റ്റോണിൽ പറയുന്ന ഒരു കാര്യം, സയ്യിദ് ഖുതുബ് പറയുന്ന ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറയുന്നത് അനിസ്ലാമികമാണ്. കാരണം ജനാധിപത്യം ശരിയല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം. ഇസ്ലാം അത് പറ്റത്തില്ല. അള്ളാഹുവിൻ്റെ ആധിപത്യമാണ് വേണ്ടത്. ജനങ്ങൾക്ക് അതിനകത്തൊരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ ആധിപത്യമാണ് ലോകത്ത് വേണ്ടത്. അള്ളാഹുവിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളതിന് ജിഹാദ് നടത്തണം. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണം, അല്ലെങ്കിൽ മതം മാറ്റണം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ 2 മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്നിൽ വിശ്വസിക്കാത്തവനെ കൊല്ലണം, അല്ലെങ്കിൽ അവനെ വിശ്വാസിയാക്കി മതം മാറ്റിയെടുക്കണം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അതാണല്ലോ ടിപ്പു സുൽത്താനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് വഴിയടയാളങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വായിക്കാൻ ആളുകളുണ്ടല്ലേ പ്രചരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നിരോധനമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രകടനമായിട്ടോ ഒന്നും കാണരുത്. ഇത് ഗുപ്തമായൊരവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അടുത്ത സമയത്ത് ഏതോ ഒരു പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ല ഞങ്ങൾ 2047 ആണല്ലോ ഇന്ത്യയിൽ കാലിഫേറ്റ് സ്ഥാപിക്കാൻ ചോദിച്ചു, ഇപ്പോഴും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഇത് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഒരു പഴയ സിനിമയിൽ പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചപ്പോഴേ അവൾ വളരെ നാണം കുടുങ്ങിയായ പെണ്ണാണ്. അവൾ നാണം കുടുങ്ങിയിട്ട് പറഞ്ഞു, എനിക്കിപ്പോഴെങ്ങും കല്യാണം വേണ്ട, എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതിയെന്ന്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്നത് 2047 ഞങ്ങൾ കാലിഫേറ്റ് സ്ഥാപിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് പക്ഷേ വളരെ സമർത്ഥമായി പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയിൽ ചെയ്തു. അതിന് SDPI എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രകടമായ രൂപമാണ്. PFI എന്ന് പറയുന്നത് പ്രകടമായ രൂപമാണ്. അവരൊന്നും ഒളിച്ചു വെച്ചില്ലല്ലോ. അവരെന്തെങ്കിലും ഒളിച്ചു വെച്ചു? അവർക്ക് പറയാനുള്ളത് നേരിട്ട് തന്നെ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിൽ അവർ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചില്ലേ, അരിയും മലരും മറ്റു കാര്യങ്ങളൊക്കെ കരുതി വെച്ചു. ക്രിസ്ത്യാനോട് പറഞ്ഞ് നീ കുന്തിരിക്കും വാങ്ങിച്ചു വെച്ചു.
നിങ്ങളുടെ രക്ഷകനെന്നല്ല പറഞ്ഞിട്ട് വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാരെന്ന് പറയും. അപ്പോൾ കാലന്മാർ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും. ആ മുദ്രാവാക്യം ഉണ്ടാക്കിയ ഒരു ഭയം വളരെ ഭീകരമായിരുന്നു. പക്ഷേ SDPI ചെയ്ത ഏറ്റവും വലിയ സേവനം ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കാൻ ഏറ്റവും കേരളത്തിൽ സഹായിച്ചത് ഈ SDPI ആണ്. അതിൻ്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ച് ചെയ്യണം. നേരത്തെ അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂരി വരെ ഒന്നിച്ച് ചെയ്യണം. ഇപ്പോൾ അത് മാറ്റി നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഹിന്ദുക്കളിലെ ഏറ്റവും ജനസംഖ്യ മുന്നേ നിൽക്കുന്ന കേരളത്തിലെ ജനസംഖ്യയിൽ 27% വരുന്ന ഒരു സമുദായത്തിനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യം. SNDP യോഗത്തിൻ്റെ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ. അദ്ദേഹമാണ് പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ, അപ്പോൾ നമ്പൂതിരി മാറ്റി നസ്രാണിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് സത്യത്തിന് SDPIയുടെ സംഭാവനയാണ്. എനിക്ക് SDPIക്കാരുടെ ബഹുമാനമാണ്. കാരണം എന്താ വെച്ചാൽ അവർ പ്രകടമായിട്ട് അവർക്കുള്ള കാര്യം പറയും. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഈ SDPIയിലല്ല ഉള്ളത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ രൂപഭാവം വന്ന് കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമാണ് ഉള്ളത്. അവർ നേരത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടല്ല അവർ നിൽക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യയിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമാണ് 370-ാം വകുപ്പ് റദ്ദാക്കുന്നതിന് എതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഉയർന്ന ശബ്ദം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശബ്ദമാണ്. എന്താണ് ഈ 370-ാം വകുപ്പിൻ്റെ പ്രത്യേകത? കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റി ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റി അതിനെ സാമ്രാജ്യത്വ ശക്തികളുടെ വിളനിലമാക്കി മാറ്റുക. ഇന്ത്യയുടെ തൊട്ടടുത്ത് ഇന്ത്യയുടെ തലയിൽ ഒരു ഇസ്ലാം രാഷ്ട്രം, ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക. പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, തൊട്ടടുത്ത് കാശ്മീർ എന്ന് പറഞ്ഞൊരു വേറെ രാജ്യവും കൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന് ഇപ്പുറത്തായിട്ട് ഒരു കാശ്മീർ രൂപീകരിക്കുവാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇന്ത്യയിലെ അജണ്ടയിലെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അത് പിന്നെ SDPIക്കാർ മാത്രമല്ലല്ലോ പറഞ്ഞത്, കോൺഗ്രസ്സുകാർ അതിനെതിരില്ലായിരുന്നു. 370-ാം വകുപ്പ് റദ്ദാക്കാൻ പാടില്ല, കാശ്മീർ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കണം, ഇങ്ങനെയൊക്കെ നിന്നെങ്കിലല്ലേ ഇത് നശിച്ചു പോകത്തുള്ളൂ. രാഹുൽ ഗാന്ധി പിന്നെ ഇദ്ദേഹവുമായിട്ട് നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യയായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞ് ഇത് ശരിയല്ല, കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കാൻ പാടില്ല, ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റണം. രാഹുൽ ഗാന്ധി വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഞങ്ങൾ കാശ്മീരിൻ്റെ പ്രത്യേക ഭാഗമാക്കാനൊന്നും ഇന്ത്യയുടെ ഭാഗമാക്കാൻ സംബന്ധിച്ച് പ്രത്യേക ഒരു രാജ്യമായിട്ടാണ് നിൽക്കണമെന്ന്, ഞങ്ങൾ അതിലെ പ്രത്യേക സ്ഥലമായിട്ട് നിൽക്കണമെന്ന് ഇയാൾ വേണമെങ്കിൽ രാജിവെച്ച് പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ രാജിവെച്ച് പോയ മഹാഭാഗ്യവനായ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് വളരെ സുഖമായിട്ട് കേന്ദ്ര ക്യാബിനറ്റിലിരിക്കുന്നു. അല്ലെങ്കിൽ മധ്യപ്രദേശിൽ വലിയ വെയിലില്ലയോ, ഈ സച്ചിൻ പൈലറ്റ് ഈ രാജസ്ഥാനിൽ കിടന്ന് അലയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ റോഡേ നടക്കാമെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ കാറിലായിരിക്കും സഞ്ചരിക്കുന്നത്, എന്തായാലും ശരി ഗുണം പിടിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് അതാണ് അവരുടെ ആദ്യത്തെ അജണ്ട. രണ്ടാമത് പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെയാണ് നമ്മൾ കണ്ടത്? CAAയിലാണ്. ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പിന്നിൽ കൃത്യം അജണ്ട ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ്. ദേശീയ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യാൻ SDPIക്കാർ വന്നു. SDPI ഉണ്ടായിരുന്നു, അവർ പലരിലൊരാളല്ലായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് ആരാണ്? അതിന് മുന്നിൽ നിന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളല്ലേ മുന്നിൽ നിന്നത് CAAയ്ക്കെതിരായിട്ട്. എത്ര കോടി രൂപ ചെലവഴിച്ചാണ് CAAയ്ക്കെതിരായിട്ടുള്ള സമരം അവിടെ നടത്തിയെന്ന് അങ്ങേക്കറിയാം. ഡൽഹിയിൽ ഒരു സമരം നടത്തണമെങ്കിൽ, നിരാഹാരം ഇരിക്കണമെങ്കിൽ, ബഹളം ഉണ്ടാക്കണമെങ്കിൽ, ഈ ബഹളം ഉണ്ടാക്കുകയും കല്ലെറിയുകയും തീ വെക്കുകയും ചെയ്യുന്നവൻ്റെ പേരിലുള്ള കേസ് വാദിക്കണമെങ്കിൽ അവിടെ തൊട്ട് ചിലവുണ്ട്. ഒരുത്തനൊരു സമരത്തിനിറങ്ങി അവനൊരു പ്രശ്നമുണ്ടായാൽ അതിന് ചിലവുണ്ട്. അവൻ അവിടുത്തെ പിന്നെ വീട്ടിലെ ഗൃഹനാഥനാണെങ്കിൽ ആ വീടിന് ആവശ്യമുള്ള ചിലവ് കൊടുക്കണം. അപ്പോൾ ഒരു സമരം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സായുധ സമരത്തിന് തുല്യമായ ഒരു സമരം ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഒന്നാണ്. CAAയിൽ എന്തായിരുന്നു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? മുസ്ലിങ്ങളുടെ എന്തോ വിവേചനം കാണിക്കുന്നത്. ആ CAA നിയമത്തിൽ എന്താ ഉണ്ടെന്ന്? പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികളായിരുന്നു മൈഗ്രൻസിലെ പിന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ബുദ്ധ മതക്കാർക്കും പൗരത്വം കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ആർക്കെങ്കിലും പൗരത്വം കൊടുക്കരുതെന്ന് പറഞ്ഞു. പൗരത്വം കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളമാണ് ഉണ്ടാക്കിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ ഗ്രാമത്തിലെ കവലകളിലൊക്കെ അവരെന്താ സംസാരിച്ചത്? മുസ്ലിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കെട്ടിപ്പോകണം. അവരുടെ മനസ്സിൽ ഭീതി വിതച്ചില്ലേ? മുസ്ലിങ്ങളത് തിരിച്ചറിഞ്ഞു, അത് വേറെ കാര്യം. മുസ്ലിങ്ങളത് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നകന്നു കഴിഞ്ഞു. അവർ CAAയുടെ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടത് ഹിന്ദു വോട്ടും അവർക്ക് നഷ്ടപ്പെട്ടു, മുസ്ലിം വോട്ടും അവർക്ക് നഷ്ടപ്പെട്ടു. ഇത് മാത്രമാണ്
പാകിസ്ഥാനിൽ റോഹിംഗ്യ എന്ന് വരുന്ന കൊടും ക്രിമിനൽസാണ്, കൊടും ക്രൂരന്മാരാണ് റോഹിംഗ്യൻ മുസ്ലിംസ് പറയുന്നത്. അവനെല്ലാം ഇന്ത്യയെ പിടിച്ചൊരു താമസിപ്പിക്കണമെന്ന് ആണ് കോൺഗ്രസും CPM-ഉം പറഞ്ഞത്. അത് പറഞ്ഞത് എന്തിൻ്റെ ഭാഗമാണ്? പൊളിറ്റിക്കൽ ഇസ്ലാം. അതാ ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ SDPI മാത്രമായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഈ വളരെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ തൃത്താലയിൽ അവിടെ പള്ളിയുടെ ഉറൂസ് നടക്കുകയായിരുന്നു. ആ പള്ളി ഉറൂസിലെ അവിടെ ആനപ്പുറത്ത് അവർ എഴുന്നള്ളിച്ചു. ഒരു ഹമാസിൻ്റെ നേതാവ്, ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് കൊണ്ടുവന്നത് ഹമാസിൻ്റെ നേതാവ് യഹ്യ സിൻവർ, മറ്റൊരു ആനയുടെ പുറത്തുണ്ടായിരുന്നത് ഇസ്മായിൽ ഹനിയ. യഹ്യ സിൻവറും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ വെച്ച് എഴുന്നള്ളത്ത് നടത്തുകയാണ്. ഇവിടെ പള്ളി ഉറൂസിനോടെ ചേർന്ന് തൃത്താലയിൽ. ഇത് അങ്ങ് വടക്കൻ നടന്ന കാര്യമല്ല, കാശ്മീരിൽ നടന്ന കാര്യമല്ല, UP നടക്കുന്ന കാര്യമല്ല, കേരളത്തിൽ നടന്ന കാര്യമാണ് ഇനി പറയുന്നത്, നടന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ തലവന് ഹസൻ നസറുള്ളയുടെയും പടം, ഈ 3 പേരുടെ പടമാണ്. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള, അതുപോലെ തന്നെ യഹ്യ സിൻവർ, ഇസ്മായിൽ ഹനിയ, ഇവരുടെ 3 പേരുടെ 3 ആനയുടെ പുറത്തൊക്കെ വെച്ച് ഉറൂസിനോട് ചേർന്ന് പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ എവിടെ എത്തി കേരളം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? 2023 സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന അവർ നടത്തിയ ഒരു യോഗത്തിനെ അഭിസംബോധന ചെയ്തത് ഖാലിദ് മാർഷൽ എന്ന് പറയുന്ന ഭീകരവാദിയായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ വളരെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ പ്രകടമായ ചില ഭാവങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. വളരെ സമാധാനപ്രിയരാണ് ക്രിസ്ത്യാനികൾ, വളരെ സമാധാനപ്രിയ. കേരളത്തിലൊരിക്കലും ക്രിസ്ത്യാനിയുടെ ഒരു കലാപത്തിന് പോയിട്ടില്ലല്ലോ. അവർ വാളെടുക്കുമെന്ന് വാളാൽ ബൈബിൾ തന്നെ പറയുന്നു. അവർ യുദ്ധത്തിനൊന്നും പോകുന്ന ആളുകളില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ സ്വയം പ്രതിരോധത്തിന് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് കാസ. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ കാസയുമായിട്ട് ചോദിച്ച് പറയുകയാണ്, ക്രിസ്ത്യാനികൾ കാസയാണ് വിശ്വസിക്കുന്നത്, മതമേലധ്യക്ഷന്മാരെ അല്ല. മതമേലധ്യക്ഷന്മാരോട് പല ക്രിസ്ത്യാനിക്കും അവജ്ഞയാണ്. ഞാൻ സംസാരിച്ചിട്ടുള്ള എൻ്റെ പല സുഹൃത്തുക്കൾക്കും മതമേലധ്യക്ഷന്മാരുടെ അവജ്ഞയാണ്. അവരൊരു ബിസിനസ്സുകാരായിട്ടാണ് കാണുന്നത്. അവരുടെ കച്ചവടം ഉറപ്പിക്കാൻ ആരുമായിട്ട് അവർ കൂട്ടുകൂടും എന്ന് പറയുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് കാസയാണ്. ഹിന്ദുക്കളുടെ ഷിഫ്റ്റ് അങ്ങോട്ട് വന്നു, അവർ RSSലേക്ക് പോയി. കുറച്ചു കാലം മുമ്പ് എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, സീനിയറാണ്, ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയുകയാണ്, RSS ഉള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ ജീവിച്ചു പോരുന്നത്, എവിടെ എത്തി? അപ്പം ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംഭാവനയാണ് പൊളിറ്റിക്കൽ ഹിന്ദു, അവരുടെ സംഭാവനയാണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ. ഇവിടെ കേരളം ഇങ്ങനെയൊക്കെ പോയാൽ, ഇതൊക്കെ ശക്തമായി അടിച്ചമർത്താൻ ഗവൺമെൻറ്റുകൾ കഴിയുന്നില്ലെങ്കിൽ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കോൺഗ്രസും CPM-ഉം ഒക്കെ സ്വീകരിക്കുന്നെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് വംശനാശം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് പകരം പിന്നീട് വരുന്നത് ഒരു ഭാഗത്ത് ടെററിസ്റ്റുകളും ഭീകരവാദികളും മറുഭാഗത്ത് ജനാധിപത്യവാദികളും തമ്മിലുള്ള ഒരു ഇത് നടക്കും. പക്ഷേ എന്തായാലും ശരി, ഈ നിരോധനം, SDP-യുടെ മേളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിരോധനം ഇവിടെ സഹായിക്കുന്നത് മുസ്ലിം ലീഗിനെ ആയിരിക്കും എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഇവിടുന്ന് SDP വിടുന്ന ആളുകൾ CPM-ലേക്ക് പോയാൽ ഉണ്ടാകുന്ന ആ പ്രസ്ഥാനം വളരെ വേഗം അങ്ങ് ഇല്ലാതാവും. പലയിടത്ത് അവർ ചെന്നു. അത് വിദ്യൻ തന്നെ പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പുതുതായിട്ട് വന്ന ആളുകൾ തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കോടിയേരി തന്നെ പറഞ്ഞാണ്. വേറെ ആരല്ല, കോടിയേരി സംസ്ഥാന സെക്രട്ടറി എന്ന് കോടിയേരി പറഞ്ഞ കാര്യമാണ്. ഇവിടെ വരാൻ പോകുന്നൊരു കാര്യം, ഇവർ ലീഗിലേക്ക് പോകുന്നുണ്ട്, കുഴപ്പമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ ലീഗിലും MK മുനീറും KM ഷാജിയൊക്കെ അവരെ സ്വാഗതം ചെയ്യുമെന്ന് വെച്ച് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ലീഗിൽ ഒരു ഭാഗം തീവ്രവാദ നിലപാടുകളോട് വളരെ യോജിപ്പുള്ള ഒരു ഭാഗം ആളുകൾ ലീഗിലുണ്ട്. അതിന് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ലീഗിലേക്ക് പോകും. ലീഗിലേക്ക് പോയി അവർ ജനാധിപത്യവാദികളായാൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവായൊരു കാര്യം കാണുന്നത്, അറസ്റ്റിലായ ഇപ്പം MK ഫൈസി അല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് മുമ്പ് പോയ ആളുകളെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്, അവർ ജയിലിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു, വിപാസന ധ്യാനം പരിശീലിക്കുന്നു. ജയിലിൽ ചില ജീവിത രീതികളുണ്ട്. ഇവിടെ കിട്ടുന്ന പ്രിവിലേജ് ഒന്നും അവിടെ കിട്ടത്തില്ലല്ലോ. അവിടെ ഉടക്കി നിന്ന ആളുകളെ അവരങ്ങനെ കൈകാര്യം ചെയ്യും. അനുസരിക്കുന്നവനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. അപ്പം അതിൻ്റെ ചില പരിശീലനമൊക്കെ ആയിട്ട് അവരവിടെ പോകുന്നുണ്ടെന്ന് പറയും. ജയിലിൽ നിന്ന് പുറത്ത് വന്ന് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. എന്തായാലും ശരി, ഈ ഭീകരവാദവും യാഹ്യ സിൻവറും ഒന്ന് ഇവരെ ഒന്നും രക്ഷിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ശക്തമായ പ്രതിരോധം തീർക്കാൻ മാത്രമേ അത് വഴിതെളിക്കുകയുള്ളൂ. അതുകൊണ്ട് വാളെടുത്തവൻ
വാളാൽ തന്നെ ഇല്ലാതാകും എന്നുള്ള വാസ്തവമാണ് ഈ ഭീകരപ്രസ്ഥാനത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.